അതായത് നമ്മൾ ഇ ഡി CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികളൊക്കെ ഇവിടെ വിശേഷിപ്പിക്കുന്ന ഒരു പേരുണ്ട്. അത് വാഷിംഗ് മെഷീൻ എന്നാണ്. അതായത് BJPയുടെ വാഷിംഗ് മെഷീനുകളാണ് EDയും CBIയും ഒക്കെ. ആ വാഷിംഗ് മെഷീനിലിട്ട് ഒരു നേതാവിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ അഴിമതിക്കറയും ഇല്ലാതാവുകയാണ്. അങ്ങനെ എത്രയോ കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം BJPയിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ താങ്കൾ സൂചിപ്പിച്ച പോലെ അസം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹം ശാരദ ചിട്ടിത്തട്ടിപ്പിൽ ഉൾപ്പെട്ട് ഈ പറയുന്ന CBIയുടെയും മറ്റും ചോദ്യം ചെയ്യലിന് വിധേയനായതാണ്. വൈകാതെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തി. അതോടെ ആ കേസുകളെല്ലാം അപ്രത്യക്ഷമാകുന്നത് നമ്മൾ കണ്ടു. പിന്നീട് അദ്ദേഹം BJPയുടെ വലിയ നേതാവായി ഉയർന്നു. ഇപ്പോൾ അസം മുഖ്യമന്ത്രിയായി ഇരിക്കുന്നു. വീണ്ടും ഭരണ തുടർച്ച ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള സുവേന്ദു അധികാരി, കോൺഗ്രസിലൂടെ രാഷ്ട്രീയം തുടങ്ങിയ ആളാണ്. പിന്നീട് തൃണമൂലിലെത്തി. അദ്ദേഹവും ഈ പറഞ്ഞ ശാരദ ചിട്ടിത്തട്ടിപ്പിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനെതിരെയും അന്വേഷണം സജീവമായിരുന്നു. BJPയിലെത്തിയതോടെ അദ്ദേഹത്തിനെതിരായ അന്വേഷണം ഇല്ലാതായി. ഇവരുടെ മഹാരാഷ്ട്രയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ചവാൻ ആദർശ് ഫ്ളാറ്റ് കുംഭകോണത്തിൽ ഉൾപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ CBIയുടെ മറ്റും ചോദ്യം ചെയ്യലിന് വിധേയനായതാണ്. അദ്ദേഹവും മറുകണ്ഠം ചാടി BJPയിലെത്തിയതോടെ അദ്ദേഹത്തിനെതിരായ കേസും എല്ലായിടത്തും ഇല്ലാതാവുന്ന സ്ഥിതിയുണ്ടായി. കോൺഗ്രസിൻ്റെ ഗോവ മുഖ്യമന്ത്രിയായിരുന്ന ദിഗംബർ കാമത്ത്, കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്രയിലെ മറ്റൊരു നേതാവായിരുന്ന നാരായൺ റാണെ, ഇങ്ങനെ ഒരുപാട് പേരുകൾ നമുക്ക് പറയാനുണ്ട്. ഇവരൊക്കെ തന്നെ പല വിധത്തിൽ അഴിമതി കേസുകളിലും മറ്റും ഉൾപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിരീക്ഷണത്തിൽ ഒക്കെ വന്നപ്പോൾ യാതൊരു ലജ്ജയുമില്ലാതെ ഈ ഖദർ ഉപേക്ഷിച്ച് കാവി വേഷത്തിലേക്ക് മാറുകയും അതോടെ അവർക്കെതിരായ കേസുകളെല്ലാം അപ്രത്യക്ഷമാകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലിനെ അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയമായ വേട്ടയാടലിനെ നേർക്കുനേർ നിന്ന് പൊരുതാതെ അവർ ചെയ്യുന്നത് നേരെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറുക എന്ന എളുപ്പ വഴിയാണ്. അത് ഇനിയും അനുസ്യൂതം തുടരും. അത് പല കോൺഗ്രസ് നേതാക്കളും ഇപ്പോഴും പല കേന്ദ്ര ഏജൻസികളുടെയും ലിസ്റ്റിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്ക് ഇനിയും തുടരും.